Welcome to BSc Main Physics, Paper 3 Electronics, Unit 7 Special Devices, and this semester 5, the topic is MOSFET, 58th lecture, MOSFET, Metal Oxide Semiconductor FET, MOSFET. So, before going through MOSFET, let us see one more problem or two more problem from FET. ഇപ്പോൾ ഈ മോസ്ഫെറ്റ് നമ്മൾ പറയുന്ന മുമ്പ് ഈ മോസ്ഫെറ്റിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് ഒരു രണ്ട് പ്രോബ്ലം കൂടി FETയുടെ ചെയ്തേക്കാം. എ കോമൺ സോഴ്സ് FET ആംപ്ലിഫയർ ഹാസ് എ ലോഡ് റെസിസ്റ്റൻസ് RL is 500 k ohm if the drain resistance RD and amplification factor mu of the FET are 100 k ohm and 24 respectively. Calculate the voltage gain. അപ്പോൾ ഇതൊരു FET ആംപ്ലിഫയറിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. FET ആംപ്ലിഫയർ നമ്മുടെ സിലബസിലില്ല എങ്കിൽ ഈ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടെ ഒരു ഫോർമുലയുണ്ട്, ആ ഫോർമുല ഒന്ന് പഠിക്കേണ്ടതുണ്ട് കാണാതെ. എ കോമൺ സോഴ്സ് FET ആംപ്ലിഫയർ, ഇപ്പോൾ FET ആംപ്ലിഫയർ സിലബസിൽ ഇല്ല എന്ന് ഓർത്തുകൊള്ളു, പക്ഷേ പ്രോബ്ലം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനാണ്. എ കോമൺ സോഴ്സ് FET ആംപ്ലിഫയർ ഹാസ് എ ലോഡ് റെസിസ്റ്റൻസ് RL is 500 k ohm. ഒരു 450 മുകളിലുണ്ട്, അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അത് വേണ്ട 500 എടുത്താൽ മതി. ഇഫ് ദ ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ആൻഡ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ mu ഓഫ് ദി FETR 100 k ohm, അതിന് മുകളിലുള്ള വാല്യൂ വേണ്ട, 100 k ohm ആൻഡ് 24, ആ 20 വേണ്ട, 24 എടുത്താൽ മതി. റെസ്പെക്റ്റീവ്ലി കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് ഗെയിൻ. സോ FET ആംപ്ലിഫയർ അത് നമ്മൾ വേറെ സ്ഥലത്ത് കാണുന്നതാണ്. വോൾട്ടേജ് ഗെയിൻ AV is equal to mu RL by RD plus R. ഇങ്ങനെ ഇക്വേഷൻ കേട്ടോ. FETയെ നമ്മളൊരു ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ പോലെ FETയെ നമ്മൾ ഒരു ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വോൾട്ടേജ് ഗെയിൻ ഒരു ഇക്വേഷൻ ഉണ്ട്, mu RL by RD plus R. mu എന്ന് പറഞ്ഞാൽ FETയുടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ്, RD ഡ്രെയിൻ റെസിസ്റ്റൻസ് ആണ്, RL ലോഡ് റെസിസ്റ്ററാണ്. FETയെ നമ്മളൊരു ആംപ്ലിഫയർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷനാണ് AV is equal to mu RL by RD plus RL. If an FET is used as an amplifier, it has a voltage amplification factor. It is given by AV is equal to mu RL by RD plus RL, where mu is the amplification factor, RD is drain resistance, and RL is the load resistance. ഇപ്പോൾ വാല്യൂ നമ്മളിവിടെ റിപ്പീറ്റ് എടുത്തെഴുതുകയാണ്. mu is 24, RD is 100 k ohm, RL is 500 k ohm, AV is 24 into 500 by 100 plus 500. നമ്മൾ k ഓമിൽ തന്നെ ഇടുകയാണ്, അപ്പോൾ വെട്ടിപ്പോവും. നമുക്ക് കിട്ടുന്നത് 24 into 500 by 6 which is equal 20. ആൻസർ AV 20 എന്ന് കിട്ടും. അതേ പ്രോബ്ലം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. The transconductance of FET used in a voltage amplifier circuit is 3000 micromho and the load resistance is 10 k ohm. Calculate the voltage amplification assuming that RD is much greater than RL. RD വളരെ കൂടുതലാണ് RLനേക്കാളെന്ന് വിചാരിക്കണം. The transconductance of FET used in a voltage amplifier circuit is 3000 micromho and the load resistance is 10 k ohm. Calculate the voltage amplification assuming that RD much greater than RL. Voltage amplification factor AV is equal to mu RL by RD plus RL. ദാറ്റ് ഈസ് AV is equal, നമ്മൾ ഈ RD plus RL, RD കൊണ്ട് ഓരോ ടേമിനെ ഹരിക്കുക, കാരണം RD വളരെ വലിയ സംഖ്യയാണല്ലോ.
ഇവിടെ ആർ ഡി കൊണ്ട് നമുക്ക് ഹരിക്കാം. ആർ എച്ച് എസിലെ ഓരോ ടൈമിനെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആർ ഡി കൊണ്ട് വിളിക്കും. അപ്പോൾ മ്യൂ ആർ എൽ ബൈ ആർ ഡി, ആർ ഡി ബൈ ആർ ഡി 1 എന്ന് കിട്ടും. 1 പ്ലസ് ആർ എൽ ബൈ ആർ ഡി എന്ന് കിട്ടും. മ്യൂ ആർ എൽ ബൈ ആർ ഡി ഓൾ ബൈ 1 പ്ലസ് ആർ എൽ ബൈ ആർ ഡി. ആ ഇക്വേഷൻ്റെ താഴെ മുകളിലും നമ്മൾ ആർ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആർ എൽ ബൈ ആർ ഡി എന്ന് പറഞ്ഞാൽ അപ്പോൾ നോക്കിയേ, ഈ ആർ ഡി എന്ന് പറയുന്നത് വളരെ വലിയ സംഖ്യ ആകുമ്പോൾ ഈ ആർ എൽ ബൈ ആർ ഡി ടെൻസ് ടു 0. ആ ടെൻസ് ടു 0 നമുക്ക് താഴെ 0 കൊടുക്കാം, മുകളിൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം മുകളിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേമാണ്. അവിടെ നമ്മൾ 0 ഇട്ട് ഗുണിച്ചാൽ 0 ആയി പോകും. അപ്പോൾ താഴെ കൊടുക്കണം. ആർ എൽ ബൈ ആർ ഡി ടെൻസ് ടു 0 ബിക്കോസ് ആർ എൽ ഈസ് മച്ച് ഗ്രേറ്റർ. ആർ ഡി ഈസ് മച്ച് ഗ്രേറ്റർ. Since RD is much greater than RL, RL by RD tends to 0. So in the equation, in the place of RL by RD, we can put to 0. That is the denominator, not in the numerator. In the numerator, if you put to 0, the whole answer will become 0. So in the denominator, you put to 0. Therefore, AV is mu RL by RD by 1. That is AV is equal to what is mu by RD? That is GM. GM into RL. GM is given in the question. That is AV is GM into RL. GM is 3000 micromole. So 3000 into 10 raised to 6 mole. RL is 10K. 10 into 10 raised to 3. All multiplication we get 30. And always there is a phase reversal in a FET amplifier. Phase reversal. So we can write voltage gain AV as minus 30. The negative sign shows phase reversal. Now comes the second special device, which is called MOSFET. MOSFET. The full form is metal oxide semiconductor FET. Metal oxide semiconductor FET. Semiconductor FET. FET ഇവിടെ അവിടെ ഉണ്ട്. FET. മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ FET. അപ്പോൾ രണ്ട് തരം FET ഉള്ളത്. രണ്ട് തരമല്ല, ഈ മോസ്ഫെറ്റ് തന്നെ രണ്ട് തരത്തിലുണ്ട്. മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ FET രണ്ട് തരത്തിൽ, പലതരത്തിലുണ്ട്. നമ്മൾ രണ്ട് തരം ഇവിടെ പഠിക്കുന്നത്. There are two types of MOSFETs. They are number one depletion type MOSFET, D MOSFET, and enhancement type MOSFET. അത് പിന്നെ എൻമോസും PMOസും ഉണ്ട്. ഞാൻ PMOS ഒഴിവാക്കിയാണ്, എൻമോസ് മാത്രമാണ് പറയുന്നത് ഇവിടെ. ഈ എൻ ചാനൽ മോസ്ഫെറ്റ് മാത്രമേ പറയുന്നുള്ളൂ, നമ്മൾ പി ചാനൽ ഒഴിവാക്കിയാണ്. അപ്പോൾ രണ്ട് തരം മോസ്ഫെറ്റുകളാണ് പഠിക്കുന്നത്. ഒന്ന് എൻമോസ്, എൻ ചാനൽ മോസ്ഫെറ്റ് രണ്ട് തരത്തിൽ പഠിക്കും. ഒന്ന് ഡിപ്ലീഷൻ ടൈപ്പ്, രണ്ടാമത്തത് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ്. അതായത് ഡി മോസ്ഫെറ്റ്, DMOS, ഈ മോസ്ഫെറ്റ്, അങ്ങനെ രണ്ട് മോസ്ഫെറ്റുകൾ പറയും. ശരിക്കും പറയുന്ന 4 ടൈപ്പ് ഉണ്ട്. അതിപ്പോൾ എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ട് വരും. ഇതാണ് ഒരു ഡി മോസ്ഫെറ്റിൻ്റെ കൺസ്ട്രക്ഷൻ. ഡി മോസ്ഫെറ്റിൻ്റെ കൺസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു ചാനലുണ്ട്, എന്നുണ്ട്, പിന്നെ FET ലെവൽ രണ്ട് സൈഡിലും പി ടൈപ്പ് സെമി കണ്ടക്ടറില്ല, ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു സൈഡിലെ പി നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയും, അതൊരു ടെർമിനലാണ്. മറ്റേ സൈഡിൽ നമ്മളൊരു സിലിക്കൺ ഡ്രെയിൻ പിടിപ്പിക്കുകയാണ്, അല്ല ഗേറ്റ് പിടിപ്പിക്കുകയാണ്. ഗേറ്റ് പിടിപ്പിക്കുന്നത് ഒരു സിലിക്കൺ ഡയോഡ് ലെയർ വെച്ചിട്ടാണ്. സിലിക്കൺ ഡയോക്സൈഡ് ലെയർ വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത്. ആ ചാനലിൻ്റെ ഒരൊറ്റ ഡ്രെയിന് മറ്റേ സോഴ്സ് എന്ന് പറയും. ഇതാണ് എൻ്റെ കൺസ്ട്രക്ഷൻ. എൻ ചാനൽ മോസ്ഫെറ്റ്. ഇപ്പോൾ പി ചാനൽ മോസ്ഫെറ്റ് പറയുന്നില്ല, എൻ ചാനൽ മോസ്ഫെറ്റ്. എൻ ചാനൽ മോസ്ഫെറ്റിലെ ഓപ്പറേഷൻ വെച്ച് നമ്മൾ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൻ്റെ ഡി മോസ്ഫെറ്റിൻ്റെ പടം വരച്ചിരിക്കുകയാണ്. എൻ ചാനൽ, ഒരു സൈഡിൽ പി സബ്സ്ട്രേറ്റ്, മറ്റേ സൈഡിൽ ഗേറ്റ് ഉണ്ട്. പക്ഷേ ഗേറ്റ് ചാനലിലേക്ക് പിടിപ്പിക്കുന്നത് ഒരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ വഴിയാണ്. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇത് നമ്മുടെ FETയുടെ സിമ്പിളുമായിട്ട് വ്യത്യാസമുണ്ട്. ഒരു 4 ടെർമിനലായിട്ട് ഇവിടെ നമുക്ക് കാണാം. നടുക്കൊരു സബ്സ്ട്രേറ്റ്, താഴെ മൂലം ഡ്രെയിൻ സോഴ്സ്, ഇപ്പുറത്ത് ഗേറ്റ്. അങ്ങനെ 4 ടെർമിനലായിട്ട് കാണും. പക്ഷേ ഇതും 3 ടെർമിനലായിട്ട് മാറും. കാരണം നമ്മൾ സബ്സ്ട്രേറ്റ് സോഴ്സും കൂടി ബന്ധിപ്പിക്കും. അങ്ങനെ നമുക്ക് പറയാം. ഇനി ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ്, an N-type semiconductor material is grown over a P-type substrate. അപ്പോൾ N ചാനൽ P സബ്സ്ട്രേറ്റിന് പുറത്ത്, P ആണ് അതിൻ്റെ സബ്സ്ട്രേറ്റ്, അതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ N ചാനലാകുമ്പോൾ ഇവിടെ ഒരു ആരോ ഒക്കെ ഉണ്ട് കേട്ടോ. സബ്സ്ട്രേറ്റ് നമ്മളൊരു ആരോ കൊടുത്തിട്ടുണ്ട് അകത്തേക്ക്.
so as to provide an N channel. Provide an N channel. The gate is a metallic plate. The gate is insulated from the channel by a thin layer of SiO2. Silicon dioxide layer ഉണ്ട് അവിടെ. ഈ ചാനലിലേക്ക് നമ്മൾ ഗേറ്റ് പിടിപ്പിക്കുമ്പോൾ SiO2 ഈസ് എ ഇൻസുലേറ്റർ. ഇതൊരു ഇൻസുലേറ്ററാണ്. Insulator. So gate is insulated from the channel. A MOSFET is also known as insulated gate FET. അപ്പോൾ ഇങ്ങനെ ഈ SiO2 ഇൻസുലേറ്റർ ആയതുകൊണ്ട് ഇതിനെ MOSFETനെ ഇൻസുലേറ്റഡ് ഗേറ്റ് FET എന്ന് പറയും. One end of the channel is source and other end is a drain. Is the drain. The substrate is connected to the source externally. അപ്പോൾ സോഴ്സും സബ്സ്ട്രേറ്റും ഒരുമിച്ച് പിടിപ്പിക്കും ബാഹ്യമായിട്ട് എക്സ്റ്റേണലി. ദ സിമ്പിൾ ഓഫ് ഡി മോസ്ഫെറ്റ് ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഈസ് ഷോൺ ദ ഫിഗർ. അതിൻ്റെ സിമ്പിളാണ് നമ്മൾ കണ്ടത്. ഇൻ ദ സിമ്പിൾ ഇത് ആരോ പോയിന്റിങ് ഇൻവേർഡ്സ് ഇൻ ദ സബ്സ്ട്രേറ്റ് ടെൽസ് ദ ചാനൽ ഈസ് എൻ ടൈപ്പ് മെറ്റീരിയൽ. അപ്പോൾ അകത്തേക്ക് ആരോ ഇടുന്നത് എൻ ചാനൽ മോസ്ഫെറ്റിൻ്റെ കാര്യമാണ്. പി ചാനലിലേക്ക് ആരോ പുറത്തേക്ക് ഇടണം സബ്സ്ട്രേറ്റിൽ. വിത്ത് ദി നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ദി ആക്ഷൻ. ഇപ്പോൾ ഗേറ്റിന് നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ വിത്ത് നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ദി ആക്ഷൻ ഓഫ് മോസ്ഫെറ്റ് ഈസ് സിമിലർ ടു FET. ഇപ്പം നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുത്താൽ ഈ ഡി മോസ്ഫെറ്റിൻ്റെ ആക്ഷൻ FETയുടെ ആക്ഷനുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. Since the action with the negative gate voltage depends upon depleting the channel of conducting electron, the negative gate operation is called depletion mode. അപ്പോൾ ഈ നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് കൊടുത്തുള്ള ഓപ്പറേഷനാണ് ഡിപ്ലീഷൻ മോഡ് എന്ന് പറയുന്നത്. ഇഫ് എ പോസിറ്റീവ് വോൾട്ടേജ് is applied to the gate with respect to source, more negative current carriers are drawn into the channel. Channel giving drain current greater than IDSS. When the gate is positive, SiO2 insulator layer between the gate and the channel prevents any gate current flow. ഇപ്പോൾ പോസിറ്റീവ് വോൾട്ടേജിൽ ആ SiO2 ലെയർ ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കുകയും ആ ചാനൽ കറണ്ട് ഫ്ലോയെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. പ്രിവെൻറ്റ് എനി ഗേറ്റ് കറണ്ട് ഫ്ലോ. ദസ് ദി മോസ്ഫെറ്റ് ഹാസ് അഡ്വാൻറ്റേജ് ഓഫ് ദി ഇൻസുലേറ്റഡ് ഗേറ്റ്. ഇത് ഇൻപുട്ട് resistance of MOSFET is of the order of 100 mego, so that the gate current is of the order of 10 raised to minus 2 ampere. വളരെ ചെറിയ കറണ്ട്. This means virtually no input power need be used to control the output current. ഇനി അടുത്ത രണ്ടാമത്തെ മോസ്ഫെറ്റ് ആണ് എൻഹാൻസ്മെൻറ്റ്. ഇപ്പം എൻചാനൽ മോസ്ഫെറ്റ് തന്നെ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് എന്ന് പറയും. എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. അപ്പോൾ അവിടെ നമ്മൾ പി സബ്സ്ട്രേറ്റ് അങ്ങനെ വലുതാക്കി കൊടുക്കും. പിന്നെ ചാനൽ ചെറുതായിട്ട് വരും, എൻ ചെറുതായിട്ട് വരും. പക്ഷേ അത് തമ്മിൽ ഗ്യാപ്പാണ്. ചാനൽ കംപ്ലീറ്റ് ഇല്ല, ബ്രേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്നാണ് ചാനൽ? പി സബ്സ്ട്രേറ്റ് വളരെ വലുതായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഈ ചാനൽ മുട്ടിയിട്ടില്ല, ഒരു ബ്രേക്കുണ്ട്. അവിടെ ഒരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ആ രണ്ട് എണ്ണിലെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ പുറത്ത് SiO2 ലെയറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എന്നിനെ നമ്മൾ സോഴ്സ്, രണ്ടാമത്തെ എന്നിനെ ഡ്രെയിൻ, പിന്നെ സിലിക്കൺ ഡയോക്സൈഡ് ഗേറ്റ്, പിന്നെ പി സബ്സ്ട്രേറ്റ്. അപ്പോൾ സിമ്പിൾ ഇത് തന്നെയാണ്. ആരോ നമ്മളിവിടെ പുറത്തേക്കാണ് വരയ്ക്കുന്നത്.
എൻഹാൻസ്മെൻ്റ് ആണെങ്കിൽ സബ്സ്ട്രേറ്റിൽ അത് പുറത്തേക്ക് വരയ്ക്കും. അപ്പോൾ ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സബ്സ്ട്രേറ്റും സോഴ്സും എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഈസ് നോർമലി an on device that is ID flows even with zero gate voltage. ഇപ്പോൾ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് നമ്മൾ ഓൺ ഡിവൈസ് എന്ന് പറയും. 0 ഗേറ്റ് വോൾട്ടേജിലും അത് കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാകും. ബട്ട് ഇൻ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ദർ ഇസ് നോ കറണ്ട്. There is no current through channel. Current in the channel between the source and the drain. It is normally an off device. അതായത് ഈ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ആ ചാനൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഓഫ് ഡിവൈസാണ്. ദാറ്റ് ഈസ് നോ കറണ്ട് ഫ്ലോസ് വിത്ത് 0 ഗേറ്റ് വോൾട്ടേജ്. അപ്പോൾ 0 ഗേറ്റ് വോൾട്ടേജ് കൊടുത്താൽ ഈ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ കറണ്ട് ഇല്ല. പക്ഷേ 0 ഗേറ്റ് വോൾട്ടേജ് ആണെങ്കിൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൽ കറണ്ട് ഉണ്ട്. ഡിപ്ലീഷൻ മോസ്ഫെറ്റിനെ ഓൺ ഡിവൈസ് എന്നും ഇതിനെ ഓഫ് ഡിവൈസ് എന്നും പറയും. വെൻ എ പോസിറ്റീവ് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് to the gate and VDS is sufficiently high, electrons are attracted towards the gate region near the insulating layer. The electrons from n-type channel. The electrons form a n-type channel. Electrons form a n-type channel between source and drain. The channel enhances a drain current ID. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴേ അവിടെ പിന്നെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. ആ 0 വോൾട്ടേജ് കറണ്ട് ഫ്ലോ ഇല്ല. ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാകും. അപ്പോൾ അത് പറയുന്നത് എൻ ടൈപ്പ് ചാനൽ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് drain. The channel enhances a drain current ID എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് അറിയാനുള്ളത്. ഇതിൻ്റെ ഷോക്ക്ലെസ് ഇക്വേഷൻ കൊടുക്കാം. FETയുടെ ഷോക്ക്ലെസ് ഇക്വേഷൻ, ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ അത് തന്നെ കൊടുക്കാം. പിന്നെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അത് തന്നെ വരക്കാവുന്നതാണ്. FETയിൽ വരച്ച് അതേ പടം തന്നെ നമുക്ക് ഇവിടെയും വരക്കാവുന്നതാണ്. ഈ എൻ ചാനൽ FETക്ക് എൻ ചാനൽ മോസ്ഫെറ്റിന് നമുക്ക് ഈ FETയുടെ ഗ്രാഫ് തന്നെ വരക്കാവുന്ന ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഷോക്ക്ലെസ് ഇക്വേഷൻ തന്നെ ഇവിടെ എഴുതാവുന്നതാണ്. ഇക്വേഷൻ ഒന്നും മാറ്റമില്ല. സെയിം തിയറിയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. രണ്ടിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഒന്ന് വായിച്ചാൽ മതി. റൈറ്റ് എ നോട്ട് ഓൺ മോസ്ഫെറ്റിനെ കുറിച്ച് നോട്ട് പറയുക. അപ്പോൾ 2 മാർക്കിൻ്റെ രീതിയിൽ എഴുതാൻ പഠിക്കണം. പിന്നെ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഈസ് കോൾഡ് ഓൺ ഡിവൈസ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ഈസ് കോൾഡ് ഓഫ് ഡിവൈസ്. വൈ? ഡിപ്ലീഷൻ മോസ്ഫെറ്റിന് നമ്മൾ ഓൺ ഡിവൈസ് എന്നും എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിന് ഓഫ് ഡിവൈസ് എന്നും പറയും. കാരണം എന്താണ്? കാരണം 0 ഗേറ്റ് വോൾട്ടേജിൽ ഈ ഡിപ്ലീഷൻ മോസ്ഫെറ്റിൽ കറണ്ട് ഉണ്ടാകും. എന്നാൽ 0 ഗേറ്റ് വോൾട്ടേജിൽ ചാനൽ കംപ്ലീറ്റ് ഇല്ലാത്തതുകൊണ്ട് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ കറണ്ട് ഇല്ല. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ കേട്ടോ. ഈ മോസ്ഫെറ്റും FETയും തമ്മിലുള്ള കമ്പാരിസണാണ്. കമ്പയർ മോസ്ഫെറ്റ് ആൻഡ് FET. ഫസ്റ്റ് കോളത്തിൽ മോസ്ഫെറ്റ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ FET ചെയ്തിട്ടുണ്ട്. In MOSFETs, the conductivity of channel is controlled by the transverse electric field induced across an insulating layer of SiO2. On the semiconductor material. അപ്പോൾ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ
ഒരു SiO2 വെച്ചാൽ ഒരു ഇൻസുലേറ്റർ എപ്പോഴും ഈ ഇതിൻ്റെ സൈഡിൽ വെച്ചിരിക്കും മോസ്ഫെറ്റിനകത്ത്. അത്തരം ഒരു ഇൻസുലേറ്റർ FETനകത്ത് ഇല്ല. ഈ FET in FET, the conductivity of channel is controlled by ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ രണ്ടിലും ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡാണ് കൺട്രോൾ ചെയ്യുന്നത് കറണ്ടിനെ. പക്ഷേ ഈ മോസ്ഫെറ്റിനകത്ത് ഒരു SiO2 ലെയർ ഉണ്ട്, FETയിൽ ആ ലെയർ ഇല്ല. ബൈ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദി റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ. അവിടെ ഒരു PN ജംഗ്ഷൻ ഉണ്ടാകും FETയിൽ. അവിടെ ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്ഷൻ വരുന്നത്. അടുത്തത് ഇൻ എ മോസ്ഫെറ്റ് ഇത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇസ് വെരി ഹൈ. മോസ്ഫെറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്, 10 to 10⁻15 ohm. In FET the input resistance is of the order of megOhm. ഇവിടെ മെഗോമേ വരുന്നുള്ളൂ, കുറവ് വാല്യൂ ആണ്. 10⁻6 ohm, about 10⁻6 ohm ആണ്. മോസ്ഫെറ്റിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുതലാണ്. അത് ചില കേസ് അഡ്വാൻറ്റേജസ് ആണ്. ഇൻ മോസ്ഫെറ്റ് ഡ്രെയിൻ റെസിസ്റ്റൻസ് ഈസ് about 1 to 50 kHz, 1 മുതൽ 50 കിലോ ഓം വരും. ഏതാണ് ഡ്രെയിൻ റെസിസ്റ്റൻസ്. ഇവിടെ ഇൻ FET ദി ഡ്രെയിൻ റെസിസ്റ്റൻസ് ഈസ് about 7 കിലോ ഓം. ഇവിടെ കിലോ ഓമിൻ്റെ ഓർഡറാണ്, അപ് ടു മെഗോ വരെ വരാം. ഇവിടെ ഒരു 50 KOM വരെ, 50 KO. രണ്ടാമത്തെ കേസിൽ ഒരു മെഗോം വരെ വരാം. അടുത്ത MOSFET is operated in both enhancement mode and depletion mode. MOSFET രണ്ട് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും, എൻഹാൻസ്മെൻറ്റ് മോഡിലും ഡിപ്ലീഷൻ മോഡിലും. ഇൻ FET ഈ ഡിപ്ലീഷൻ മോഡ് ഉള്ളി, അവിടെ ഒരു ഡിപ്ലീഷൻ മോഡ് മാത്രമേ ഉള്ളൂ. നമ്പർ 4 ഇതാണ്, നമ്പർ 5 ആണ്. ഈസി ടു ഫാബ്രിക്കേറ്റ്, നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. മോസ്ഫെറ്റ് നിർമ്മിക്കാൻ എളുപ്പമാണ്. നോട്ട് ഈസി ടു ഫാബ്രിക്കേറ്റ്, ഇത് നിർമ്മിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് വ്യത്യാസങ്ങൾ. അപ്പോൾ ആ വ്യത്യാസങ്ങൾ ഒന്ന് നോക്കി എഴുതി പഠിക്കുക. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ That is all with your 58th lecture. And there is one more special device in this chapter, that is UJT, Joule junction transistor. That we take one class, UJT. And this is the 58th class. Next 59th class is UJT, and after that we take operation amplifiers. That is all. Thank you very much.